ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് അപാര ഏകാദശിയാണല്ലോ. എല്ലാ പ്രിയമുള്ളവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണെന്നറിയാം. ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് ഭക്തിയിൽ സത്സംഗങ്ങളിൽ മുഴുകുക. അതുപോലെ തന്നെ ഇന്നലെ മുതൽ ഈ മാധവമാസം തീരുന്ന 26-ാം തീയതി വരെ വ്രതം എടുക്കുന്നത്, 5 ദിവസത്തെ വ്രതം എടുക്കുന്നത് ഈ വൈശാഖ മാസ പുണ്യം ലഭിക്കുവാൻ ആ മുഴുവൻ ദിവസവും വ്രതം എടുക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അത് വളരെ സന്തോഷം. ഈശ്വരാനുഗ്രഹം എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകട്ടെ. വ്രതമെടുക്കാൻ കഴിയാത്തവർ, അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വ്രതമെടുക്കാൻ സാധിക്കാതെ പോകുന്നവർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭഗവാനെ ഏത് രൂപത്തിൽ ആണോ നമ്മൾ ചിന്തിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ തരും. എവിടെയോ നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ വ്യാള എന്നൊരു വാക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു. വ്യാളം എന്ന് വെച്ചാൽ സർപ്പമാണ്. വ്യാള എന്ന് വെച്ചാൽ ഒരു സർപ്പത്തെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നു, അല്ലെ അടുക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ വളരെ സൂക്ഷ്മവും ശ്രദ്ധാപൂർവം ആയിട്ട് വേണം ഭഗവാനെ അടുക്കേണ്ടത്. ഒരു സാധാരണ ഒരു പെറ്റ് ആനിമലിനെ എടുത്ത് നമ്മൾ മടിയിൽ വെക്കുകയും ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെയാണോ സർപ്പത്തെ നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലെ അതിനോട് അടുക്കാൻ ശ്രമിക്കുന്നത്? ആ സർപ്പത്തിൻ്റെ ചേര എന്ന് പറയുന്ന ആ ഇഴജീവിയെ, ഒരു വർഗത്തിനെ കാണുമ്പോൾ തന്നെ നമ്മെ അതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നാം ജീവനും കൊണ്ട് ഓടിപ്പോകും. അതിനെ കാണുമ്പോൾ ഒരു ഭയം തോന്നും. അതുപോലെയാണ് ഭഗവാനെ നാം ഭയത്തോടെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ നാം ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കുമോ, ഞാൻ ഭഗവാനിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എൻ്റെ കർമ്മങ്ങളൊക്കെ കൊണ്ട് ഞാൻ ചെയ്യുന്ന ആ കർമ്മങ്ങളെല്ലാം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തെറ്റായി പോകുമോ, ഭഗവാൻ എന്നെ ശപിക്കുമോ, എന്നിൽ നിന്ന് ഭഗവാൻ അകലുമോ എന്നൊക്കെയുള്ള പാപചിന്തകളും കുറ്റബോധവും ഒക്കെ നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾക്ക് സാഹചര്യം കൊണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഭഗവാൻ അരുതാത്ത കർമ്മങ്ങൾ നാം അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെയും പ്രായശ്ചിത്തം ഭഗവാന്റെ മുന്നിൽ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത്, ഭഗവാനെ ഇനിയും അങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ വ്യാപരിക്കരുതേ, അതിനുള്ള ശക്തിയും വിവേകവും എനിക്ക് തരണേ ഭഗവാനെ, എന്നോട് പൊറുക്കണേ ഭഗവാനെ എന്ന് സാഷ്ടാംഗം ഭഗവാന്റെ മുന്നിൽ മനസ്സാ പ്രാർത്ഥിച്ച് നമിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പൊറുക്കും. അല്ലാതെ ഭഗവാൻ ശിക്ഷ വിധിക്കാനിരിക്കുന്ന ആളല്ല. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ആ ഉഗ്രമായ രൂപം, അല്ലെ വിരാട് സ്വരൂപം, അല്ലെ ഭഗവാനെ ഏത് വിധത്തിലാണോ നാം ആരാധിക്കുന്നത്, ഭഗവാനെ നാം ഭയത്തോടെയല്ല, ആ ഭയത്തോടെ കാണുമ്പോൾ തന്നെയും ഭഗവാന്റെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു മിന്നൽ പിണർ കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ശക്തമായ കാറ്റുകൊണ്ട് ഇവിടെ കാണുന്ന എല്ലാ പ്രകൃതിയും തൂത്തു കളയാൻ ശക്തിയുള്ള ഭഗവാൻ, ഒരു തുടർച്ചയായ മഴയിലും ഒരു മലയിടിച്ചിലിലും എത്രയോ മനുഷ്യരുടെ ജീവൻ എടുക്കാൻ കഴിയുന്ന ആ പ്രകൃതിയെ സൃഷ്ടിച്ച ഭഗവാൻ, ആ ഭഗവാന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? എല്ലാം നിമിഷ നേരം കൊണ്ട് തൻ്റെ ഉള്ളിലേക്ക് ആക്കുവാൻ ഭഗവാന് കഴിയും. അങ്ങനെയുള്ള ഭഗവാനെ ആ ഭയാനകവും ക്രൂരവും ഭീകരവുമായ രൂപങ്ങളല്ല ഓരോ ഭക്തനും ഏറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നത്. ഏതൊക്കെ അവതാരങ്ങൾ എടുത്തു ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ പൂർണ്ണ അവതാരമായി വന്നു കഴിഞ്ഞപ്പോൾ ആ ഓമനക്കണ്ണനായ, ആ ബാലമുകുന്ദനായ കണ്ണൻ്റെ ആ കൊച്ചു കണ്ണനെ, ആ എല്ലാവരുടെയും ഉണ്ണിക്കണ്ണൻ, എല്ലാവരുടെയും മകനായി കാണുന്ന ആ കണ്ണനെ നമ്മൾ ആരാധിച്ചാൽ, അത് തന്നെ മനസ്സിൽ കരുതിയാൽ, ആ ഗുരുവായൂരപ്പനായിട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, അല്ലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാൻ ഓടിക്കളിക്കുന്ന ആ രൂപം, ഭഗവാനോട് കളിയും തമാശയും കുസൃതികളും പറഞ്ഞ് ഓമനക്കണ്ണൻ്റെ എല്ലാം കുസൃതികളെക്കുറിച്ച് സംസാരിക്കുകയും ഭഗവാനോട് നിരന്തരം സമ്പർക്കപ്പെടുകയും ചെയ്യാൻ പറ്റിയ രൂപമാണ് ആ കൊച്ചു കണ്ണൻ്റെ രൂപം. അതുപോലെ ഏത് രൂപത്തിലാണോ നമ്മൾക്ക് ആരാധിക്കാൻ കഴിയുന്നത് അതെല്ലാം ആ രൂപത്തിൽ നിരന്തരം സമ്പർക്കപ്പെടാൻ
നമ്മുടെ മനസ്സിൽ ഏത് രൂപത്തിലാണോ നമുക്ക് എപ്പോഴും ഭഗവാനെ അപ്രോച്ചബിൾ ആയിട്ടിരിക്കുന്നത്, കിശോരഭാവത്തിലുള്ള കൃഷ്ണനെയാണോ, അതോ ഭഗവത്ഗീത ഉപദേശിക്കുന്ന ഗുരുസ്ഥാനികനായ ഭഗവാനെയാണോ, ഹൃദയനാഥനായ ഭഗവാനെയാണോ, ഏത് രൂപത്തിലാണ് ഭഗവാനെ എപ്പോഴും നിരന്തരം സമ്പർക്കപ്പെടാൻ കഴിയുന്നത്, അതാണ് ഇത്രയും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിൽക്കുന്ന ഏകനായ അനന്തനായ ഭഗവാനെ നമുക്ക് എപ്പോഴും ഓർക്കുവാനും എപ്പോഴും ഭഗവാനോടൊപ്പം സന്തോഷിക്കുവാനും പറ്റുന്നത് ഏത് രൂപമാണെന്ന് വെച്ചാൽ ആ രൂപത്തിൽ തന്നെ നാം ഭഗവാനെ ഭജിച്ചാൽ ഈ വ്യാള എന്ന ഭഗവാന്റെ ആ സർപ്പം എന്ന ആ ഒരു സ്വഭാവ ഗുണം മാറി അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന ആളായി ഭഗവാൻ മാറും. അതാണ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ദശമസ്കന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് മാർഗമെന്നായാലും മുകുന്ദനെ ചേതസി ചിന്തിക്കിൽ മുക്തി വരുമെന്ന് മോദിച്ച്. ഏത് ഭാവത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്നത് ഏത് ഭാവമായിക്കോട്ടെ അത് മുക്തിക്ക് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭാഗവതത്തിൽ രാസലീലയുടെ ഭാഗം നോക്കുമ്പോൾ ആ ഗോപികമാർ ഭഗവാനെ നിരന്തരം തങ്ങളുടെ ഹൃദയനാഥനായി എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഭഗവാനെ എപ്പോഴും അവർക്ക് പുണ്യം ലഭിച്ചതും അവർക്ക് പരമമായ മുക്തിയിലേക്ക് പോകാൻ സാധിച്ചതും അവരുടെ എല്ലാ തെറ്റുകളും ഭഗവാൻ പുറത്തതും. അപ്പോൾ നിരന്തരം ഭഗവാനെ അവർ ആരാധിക്കുന്നത് ആ ഗോപീഭാവത്തിലായിരുന്നു. ആ ഭഗവാൻ കിശോരനായ ഭഗവാൻ, വളർന്നു വരുന്നത് കാത്തിരുന്ന ഭഗവാന്റെ വളർച്ചയെ കണ്ട് ആനന്ദിക്കുന്ന ഗോപികമാർ, അവരോട് ആ രാസലീലയ്ക്ക് വേണ്ടി കാത്യായനി വ്രതമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം ഭഗവാന്റെ വേണുഗാനം കേട്ട് ആ മധുവനത്തിലേക്കും മറ്റും ഓടി വരുന്ന ആ ഗോപികമാർ ഭഗവാനോടൊത്ത് സന്തോഷിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരോട് പറയുകയാണ്, ഭഗവാനെ കണ്ടുള്ള ആ ആനന്ദ നിർവൃതിയിൽ അവർ ഭഗവാനിൽ അലിഞ്ഞു ചേരുവാൻ ആവേശം കൊണ്ടപ്പോൾ ഭഗവാൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കുടുംബത്തെക്കുറിച്ച്, അതായത് ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെയും നിങ്ങൾ ഓർത്ത് കുടുംബത്തെക്കുറിച്ച് മാത്രം ഓർത്ത് അതിൽ രമിച്ചിരിക്കുന്നത് കൊണ്ട്, പുത്രമിത്രാദി വർഗങ്ങളിൽ ഏറ്റവും ചിത്തം ഭ്രമിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഭർത്തൃശുശ്രൂഷണം ചെയ്യുവിൻ. ഇന്നങ്ങു പോയി ഭർത്താവ് ദൈവം തരുണിമാർക്കൊക്കെയും ഭർത്താവിനെ വെടിഞ്ഞന്യനെ കൈകൊഴുകിൽ എത്രയും നിന്ദ്യം വിധിമതമല്ലോ. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അങ്ങനെ ഭഗവാനെ തേടി വന്ന ഗോപികമാരോട്, നിങ്ങൾ എന്താണ് ചെയ്തത്? പുത്രമിത്രാദി വർഗങ്ങളിൽ ഏറ്റവും ചിത്തം നിങ്ങളുടെ രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ മിത്രാദികളെ കുറിച്ച് നിങ്ങളുടെ മനസ്സതിൽ രമിക്കുന്നു, നിങ്ങളതിൽ സന്തോഷിക്കുന്നു, ആനന്ദം കണ്ടെത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ മടങ്ങിപ്പോവുക, നിങ്ങളുടെ ഭർത്തൃ ശുശ്രൂഷ ചെയ്യുക. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഏറ്റവും വിധി മതമായിട്ടുള്ളത്. അന്യപുരുഷനെ സേവിക്കുന്നത് വിധിമതമല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയുള്ളവരോടാണെന്ന് പറഞ്ഞു കൊടുത്തത്? ഭർത്താവിനെയും കുട്ടികളെയും കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കുന്നവരോടാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അതാണ് അതിലേറ്റവും ആനന്ദിക്കുന്നവരോട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അതല്ല എനിക്ക് ആനന്ദം തരുന്നത്, ഭഗവാനാണ് എനിക്ക് ആനന്ദം തരുന്നത് എന്ന് ഏതൊരു വ്യക്തി ചിന്തിച്ച് ഭഗവാനെ അടുക്കുന്നുണ്ടോ അവരെ ഭഗവാൻ, നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകൂ, നിങ്ങളുടെ കുടുംബകാര്യം നോക്കൂ, ഗൃഹസ്ഥാശ്രമിയായി നിങ്ങൾ കഴിയൂ എന്നൊന്നും പറഞ്ഞ് ഭഗവാൻ അവരെ പറഞ്ഞു വിടുകയില്ല. ഇവരിൽ അങ്ങനെ ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ അതറിയുവാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ അവരോട് പറഞ്ഞത്. അപ്പോഴേ അവരെന്തുവാണ് പറഞ്ഞത്? അവര് വളരെ വിഷമത്തോടുകൂടി ഇത് കേട്ടപ്പോൾ അവരെന്തുവാണ് പറയുന്നത്? ഞങ്ങൾക്ക് അവിടുന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് കണ്ണാ നീ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഭർത്താവിനെയും വേണ്ട, കുഞ്ഞിനെയും വേണ്ട, കുടുംബവും വേണ്ട, ഞങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ വേണുഗാനം കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്ന് ഞങ്ങളോട് തിരികെ വീട്ടിൽ പോകാൻ പറയുന്നത് അങ്ങ് എന്ത് അതൊരു ന്യായമായ കാര്യമാണോ? ഞങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയുള്ള കഠിന വാക്യങ്ങളൊക്കെ അവിടുന്ന് ഞങ്ങളോട് പറയുന്നത്? ഭർത്തൃപുത്രാദികളെയും ഉപേക്ഷിച്ച് മിത്രമാം നിൻ പദസേവ ചെയ്തിടുവാൻ വന്നോര് ഞങ്ങളെ പോകെന്നു ചൊല്ലിലോ പിന്നെ എന്തോന്ന് ചൊല്ലേണ്ടു ദയാനിധി. ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് ഓടി വന്ന ഞങ്ങൾ
ഞങ്ങളെ വീണ്ടും തിരിച്ച് നീ അവിടെ പോകൂ എന്ന് പറയുന്നത് അല്ലയോ കാരുണ്യമൂർത്തേ, എന്ത് ന്യായമാണ്? ഞങ്ങൾക്ക് ഇനിയും വേറെ എവിടെയും സന്തോഷമില്ല. ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ അവിടുന്നല്ല ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷം കിട്ടുന്നത്. അത് ഞങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമികളായതുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണതൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം കിട്ടാൻ, സമാധാനം കിട്ടാൻ, ഞങ്ങളുടെ ആത്മാവിന് നിറവ് കിട്ടാൻ, പരിപൂർണമായിട്ടുള്ള ലയനം കിട്ടുവാൻ അങ്ങയുടെ സാമീപ്യവും അങ്ങയുടെ സ്നേഹവും കാരുണ്യവും കടാക്ഷവുമാണ് വേണ്ടതെന്ന് ഗോപികമാർ പറയുന്നു. അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ പിന്നീട് ഗോപികമാർക്ക് എന്താണോ ഇഷ്ടം അതിന് ഭഗവാൻ നിന്നുകൊടുക്കുകയാണ്. അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഭഗവാനെ അവർ എങ്ങനെയൊക്കെ ആഗ്രഹിച്ചോ, എങ്ങനെയൊക്കെ കാമിച്ചോ, ആ കാമങ്ങളെല്ലാം തീർക്കുവാൻ ഭഗവാൻ അവർക്ക് മുന്നിൽ നിന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെ സന്തോഷിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അപ്പോൾ പൂർണ്ണമായും എല്ലാം ഉണ്ടെങ്കിലും അതിലെങ്ങുമല്ല പരമമായ സത്യവും സന്തോഷവും ഇരിക്കുന്നതെന്നുള്ള തിരിച്ചറിവോടുകൂടി ആരൊരാൾ ഭഗവാന്റെ സമീപിക്കുന്നോ അവരുടെ യോഗവും ക്ഷേമവും ഭൗതികവും ആത്മീയവുമായ ഇഹത്തിലും പരത്തിലും എല്ലാ കാര്യങ്ങളും ഭഗവാൻ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും അവരുടെ മനസ്സിന് നിറവ് കൊടുക്കും. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും മനസ്സിന് നിറവില്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സർവ്വ സമ്പത്തുകൾ കൊണ്ടും വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ എപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കും. മനസ്സിന്റെ നിറവാണ്. ഒന്നുമില്ല എങ്കിലും മനസ്സിൽ സന്തോഷമാണെങ്കിൽ നമ്മുടെ ജീവിതം സമ്പന്നമാണ്. അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. മനസ്സമ്പത്ത് അല്ലെ മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ നിറവ്. അല്ലാതെ പുറമേ കാണുന്ന ഭൗതികതയുടെ നിറവ് കൊണ്ട് കാണുന്നവർക്ക് ഇതൊരു വലിയ ഗംഭീരരാണെന്ന് തോന്നാം. പക്ഷേ അതിൽ ജീവിക്കുന്ന ആ ഗാംഭീര്യത്തിൽ ജീവിക്കുന്നവരുടെ മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അപ്പോൾ ആ നിറവ് കിട്ടണമെങ്കിൽ ആരെ സമീപിക്കണം? ഭഗവാനെ സമീപിക്കുകയും ഭഗവാനെ കൊണ്ട് ഹൃദയം നിറയ്ക്കുകയും വേണം. അതാണ് ഒരു ഉത്തമ ഭക്തൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഏകാദശി ദിവസം എല്ലാവരുടെയും ഹൃദയത്തിൽ അവനവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഭഗവാനെ നിറയ്ക്കുക. ഇവിടെ മുതൽ അങ്ങോട്ട്, ഇന്നൊരു ദിവസത്തേക്കല്ല. അപ്പോൾ എപ്പോഴും ഭഗവാനോട് നിരന്തരം മൗനത്തോടുകൂടി, അതായത് മനസ്സുകൊണ്ട് നിരന്തരം സംസാരിക്കാം. ഭഗവാനോട് നിരന്തരം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുള്ളവരോട് ഒരുപാട് സംസാരിക്കത്തില്ല. മൗനമായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ഒരു ഗുണമായി മാറുന്നത്. അതായത് ആവശ്യത്തിന് സംസാരിക്കും, അനാവശ്യമായ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ മനസ്സ് പിന്മാറും. നമ്മൾ ഓരോരുത്തരെയും ഫോണിലൊക്കെ നോക്കിയിരുന്ന് അവരുടെ മെസ്സേജ് കണ്ടില്ലല്ലോ, അവരുടെ കോള് കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന നമുക്ക് തോന്നും, അയ്യോ എത്ര നന്നായി, ഞാൻ എത്ര കാലം കൊണ്ട് എത്രയോ ബന്ധനങ്ങളിൽ കിടക്കുകയാണ്, എന്നെ ഇതിൽ നിന്ന് ഓരോ ബന്ധനത്തിന്റെയും കയറഴിച്ചു വിട്ട് എന്നെ സ്വതന്ത്രമാക്കുകയായിരുന്നല്ലോ എൻ്റെ ഭഗവാൻ, ഈ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നല്ലോ എന്ന് നമുക്ക് തോന്നണം. നമ്മൾ ഈ ഭൗതികത്തിൽ ജീവിച്ചുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മനസ്സുഖം നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ ഓരോ വിഷയങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. പൂർണ്ണനായ ഭഗവാൻ രണ്ട് കൈയും നീട്ടി ഭഗവാൻ ഇങ്ങനെ തൃക്കരങ്ങൾ ഉയർത്തി ഭക്തനെ ഹൃദയത്തിൽ ചേർക്കുവാൻ കാത്തിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നാലെ പാഞ്ഞു ചെന്നിട്ട് അതിനെ ചൊല്ലി വിഷമിക്കുകയും സന്തോഷിക്കുകയും അല്പനേരം സന്തോഷിച്ചാൽ കൂടുതൽ നേരം ദുഃഖിക്കും. അപ്പോൾ അതിനൊന്നുമുള്ള ഇടവരുത്താതെ മനസ്സ് ഭഗവാങ്കിൽ അർപ്പിക്കുക, ഭഗവാനെ കൊണ്ട് നിറയ്ക്കുക. ഏത് സ്വരൂപമാണ് ഭഗവാന്റെ ഇഷ്ടമെന്ന് തോന്നുന്നത് അതിനെ കൊണ്ട് മനസ്സ് സന്തോഷമാക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൂർണ്ണമായ മനസ്സിന്റെ നിറവ് എല്ലാവർക്കും ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.